ഹായ് ഹലോ ഓൺ വോയിസ് വീഡിയോസിൽ അധികം പ്രത്യക്ഷപ്പെടാത്ത ഒരാളാണ് ഞാൻ. ഇന്നത്തെ ദിവസം ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ പ്രൊഫൈൽ അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് ഒരുപാട് മോശപ്പെട്ട രീതിക്ക് എന്താ പറയുന്നത് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ആയി വരുന്നുണ്ട്. അപ്പം മോശപ്പെട്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോ മോർഫ് ചെയ്യുവോ വീഡിയോ മോർഫ് ചെയ്യുവോ അങ്ങനെയൊന്നുമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ വിട്ടേനെ. കാരണം ഒരു ഫോട്ടോ കാണുമ്പം അത് മോർഫ് ചെയ്തതാണോ അല്ലയോ എന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും. അപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ ഫോട്ടോസും വളരെ മാന്യമായിട്ടിട്ടിരിക്കുന്ന ചില വീഡിയോസൊക്കെ എടുത്തിട്ട് വേറെ പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ എന്താ പറയുന്നത് 2 അക്കൗണ്ട്, ഒന്ന് അനിത ഒന്ന് സുനിത. ഈ 2 അക്കൗണ്ട് സുനിത മലയാളി എന്നായിരുന്നു ആദ്യത്തെ അക്കൗണ്ട്. അത് കഴിഞ്ഞിട്ട് അനിത മലയാളി എന്നാക്കി. ആ ടെലഗ്രാമിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവർ എന്താ പറയുക ഈ ഇത്ര നേരത്തേക്ക് വീഡിയോ കോൾ ചെയ്യുന്നതിന്, നോർമൽ കോൾ ചെയ്യുന്നതിന്, ചാറ്റ് ചെയ്യുന്നതിന് ഒക്കെ ഇത്രയും എമൗണ്ട് വെച്ചിട്ട് അവർ ഇട്ടിട്ടുണ്ട്, പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളൊരു ഹായ് അങ്ങോട്ട് അയക്കുമ്പം ആദ്യം അവർ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറയും. അത് കഴിഞ്ഞിട്ട് അത് പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ അങ്ങനെ പൈസ അയച്ചു കൊടുത്തില്ല. അപ്പോൾ ഇങ്ങനെ 2-3 പേരെ കൊണ്ട് ഞാൻ മെസ്സേജ് അയപ്പിച്ച് നോക്കിയപ്പോഴൊക്കെ ഈ സെയിം രീതിക്ക് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ അല്ലെങ്കിൽ എനിക്ക് ആകെ ഒരു ഐഡിയയേ ഉള്ളൂ. അല്ലാതെ കുഞ്ഞിൻ്റെ പേരിലൊരു ഐഡിയ ഉണ്ട്, അദ്വൈതാദി എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ബിസിനസ് അക്കൗണ്ട് ഉണ്ട്, UQN വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ എൻ്റെ ഫേസും വെച്ചുകൊണ്ട് എനിക്കൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കി ജീവിക്കേണ്ട ഒരു ഗതികേട് ദൈവം സഹായിച്ച് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ വന്നാൽ തന്നെ അങ്ങനെ ജീവിക്കുകയില്ല. പട്ടിണി കിടന്ന് ചാവണ്ട വന്നാലും ഇങ്ങനത്തെ ക്യാഷ് ഉണ്ടാക്കി ജീവിക്കാൻ എന്നെ കിട്ടുകയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ അറിയാവുന്നവരും എന്നെ ഫോളോ ചെയ്യുന്നവരായിക്കോട്ടെ, ഇല്ലെങ്കിൽ എന്നെ അറിയാത്തവരായാലും ഈ വീഡിയോ കാണുന്നവരൊരു കാര്യം മനസ്സിലാക്കുക. ഞാനല്ല അത്. എൻ്റെ വളരെ മാന്യമായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ട് എനിക്ക് ഒരു ബോയ് ഫ്രണ്ടിനെ വേണം എന്നൊക്കെ പറഞ്ഞാണ് അവർ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവ് ചെയ്ത് ഇതുപോലത്തെ കാര്യങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. കാരണം ചാടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാഷ് പോകുന്നതല്ലാതെ നിങ്ങൾ പ്രതീക്ഷിച്ച് ചെല്ലുന്നൊന്നും അവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് വെറുതെ വിടാൻ ഞാൻ എന്താണെങ്കിലും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ലീഗലി മുമ്പോട്ട് പോവുകയാണ്. കാരണം ഇപ്പോൾ ഉള്ള എൻ്റെ ഒരു ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 7 മന്ത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. മനസ്സിലായോ? ഇപ്പോൾ ഏതെങ്കിലും ആൾക്കാർ ഇതുപോലെ ക്യാഷ് അയച്ചു കൊടുത്തിട്ട് അവർ ഏതെങ്കിലും രീതിയിൽ കേസായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതെൻ്റെ തലയിൽ വരും. കാരണം ആ ഫോട്ടോയിലുള്ളത് ഞാനാണല്ലോ. മനസ്സിലായോ? പേര് വേറെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്പർ വേറെ ആയിക്കോട്ടെ, എന്താണേലും ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അതെൻ്റെ തലയിലോട്ട് വരും. അതിന്നല്ലെങ്കിൽ നാളെ എൻ്റെ തലയിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ലീഗലി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ വന്ന് പറയാൻ കാരണം അവിടെ ഉപയോഗിച്ചേക്കുന്നത് എൻ്റെ ഫേസ് ആയതുകൊണ്ടാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വന്ന് കാര്യം പറഞ്ഞതും. ഇനി ആരെങ്കിലും ഇതുപോലെ ഇങ്ങനെ എൻ്റെ വീഡിയോസ് എന്താണെന്ന് കാണുന്നവരാണല്ലോ എൻ്റെ ഇതെടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. ഇഷ്ടംപോലെ ആൾക്കാർ ഇതിനു വേണ്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ടാവാം, ഇല്ലെങ്കിൽ അതുപോലത്തെ പ്രൊഫൈൽ ആയിക്കോട്ടെ. എനിക്ക് എന്താണേലും വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്നൊരു കാര്യമാണ് ഇൻസ്റ്റയിൽ വീഡിയോസ് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ. എനിക്ക് പ്രത്യേകിച്ച് നേട്ടം ഉണ്ടായിട്ടോ ഒന്നുമല്ല, എനിക്കിഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തു പോകുന്നത്. മനസ്സിലായോ? ആരെ ഉപദ്രവിക്കാനോ ആരോടും മോശപ്പെട്ട രീതിക്ക് സംസാരിക്കാനോ ഇല്ലെങ്കിൽ ഒരു വിധത്തിലും ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ എൻ്റെ വഴിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ ഉപദ്രവിക്കരുത് ദയവ് ചെയ്ത്. ഇത് കാണുന്ന ആരായാലും എന്നെ ഉപദ്രവിക്കരുത്. ഞാനൊരു ഫാമിലി ആയിട്ട് ഒരു കുഞ്ഞിൻ്റെ അമ്മയായിട്ട് ഞാൻ ജീവിച്ച് പോവുകയാണ്. എന്നെ വെറുതെ ഇതിൻ്റെ അകത്തോട്ട് വലിച്ചഴിക്കരുത്. കാരണം ഞാൻ വർഷങ്ങൾ കൊണ്ട് എടുത്തേക്കുന്ന ഫോളോവേഴ്സാണ് ഇത്രയുള്ളത്. മനസ്സിലായോ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴത്തേക്ക് എന്നോട് ആദ്യം പറഞ്ഞത് ഇനി ഒന്നും നോക്കാനില്ല, ആ അക്കൗണ്ട് കളഞ്ഞിട്ട് വേറെ എടുക്കുക എന്നാണ് പറഞ്ഞത്. ഇത് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഫോളോവേഴ്സാണ്. 27 സംതിങ്ങേ ഉള്ളൂ. എന്നാൽ പോലും എന്നെ സംബന്ധിച്ച് ഇത് വലിയ കാര്യം തന്നെയാണ്. അപ്പം അതല്ലാതെ അയ്യോ ശ്വാസം മുട്ടുന്നു, സംസാരിക്കാൻ പറ്റുന്നില്ല. അതല്ലാതെ വീഡിയോ ചെയ്ത്
ഇടുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ വിചാരിച്ചാൽ ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ 1 മാസത്തിനുള്ളിലൊക്കെ 100K ഒക്കെ കഴിഞ്ഞ് പോകുന്ന കാര്യമേ ഉള്ളൂ. ഞാൻ അങ്ങനെയല്ല. വളരെ എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ അറിയാം. ഒരു മോശപ്പെട്ട രീതിക്കുള്ള ഡ്രസ്സിങ്ങോ ഇല്ലെങ്കിൽ ഒരു വീഡിയോയോ എക്സ്പോസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോയോ ഒന്നും എൻ്റെ പ്രൊഫൈലിലില്ല. കാരണം ഞാൻ ആ ഒരു രീതിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. മനസ്സിലായോ? അപ്പോൾ ഞാൻ വളരെ മാന്യമായി ഒരു ഫാമിലി ലൈഫായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെ എന്നെ ഉപദ്രവിക്കരുത്. ദയവ് ചെയ്ത് എന്നെ വിട്ടേരെ. നിങ്ങൾക്ക് ഉപദ്രവിക്കാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോ. എന്നെ വിട്ടേക്ക് എൻ്റെ പൊന്നടാവേ. എനിക്ക് വയ്യ. അല്ലേ തന്നെ ടെൻഷനാണ് ലൈഫിൽ. മനസ്സിലായോ? എൻ്റെ ഒരു പ്രഗ്നൻസി ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആഗ്രഹിക്കാത്ത വഴികളിലൂടെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ജേണിയാണ് എൻ്റെ. അപ്പം അതല്ലാതെ നമുക്ക് ഫിനാൻഷ്യലി ആയിക്കോട്ടെ മെൻ്റലി ആയിക്കോട്ടെ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇത് കേസും കൂടെ തലയിലെടുത്ത് വെക്കാൻ കഴിയലഞ്ഞിട്ടാണ്. മനസ്സിലായോ? കാരണം ഇതൊക്കെ ഇഗ്നോർ ചെയ്ത് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും രീതിക്ക് നമുക്ക് ബുദ്ധിമുട്ട് വരരുത് എന്നോർത്തിട്ടാണ് ഞാനിപ്പം ഇത് ലീഗലി മുമ്പോട്ട് പോകുന്നത്. ഈ 7-ാം മാസം ഈ ഒരു കാര്യത്തിന് പോലീസ് സ്റ്റേഷൻ കയറ്റിയ ആരായാലും എൻ്റെ പൊന്നു മക്കളെ നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഓക്കെ, നിന്നെ ഞാൻ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിൻ്റെ പേരിൽ എത്ര നാൾ നടക്കേണ്ട വന്നെന്ന് പറഞ്ഞാലും ഞാൻ മുമ്പോട്ട് തന്നെ പോകും. ഓക്കെ, അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. എന്നെ ഉപദ്രവിക്കരുത്. ഉള്ളതൊരു ചെറുക്കൻ കൊച്ചാണ്. എനിക്ക് നാണക്കേട് ഉണ്ടാക്കി വെക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ്. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ പറയാൻ.